ഭക്തനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്നത് അവർക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. ഏതെല്ലാം കാര്യങ്ങൾ മാറ്റിവെച്ചാലും അവർ പ്രാർത്ഥന മാറ്റിവെക്കില്ല. അതിൻ്റെ സമയം കുറയ്ക്കുകയില്ല. എത്ര ധൃതിയാണെങ്കിലും, എത്ര അത്യാവശ്യമായിട്ട് മറ്റു പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ടെങ്കിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടൊരു സമയം അവർ നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം മുഴുവൻ ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥനയ്ക്കായിട്ട് ചിലവഴിക്കും. എന്നാൽ പല ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ കൃത്യനിഷ്ഠയോടെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കുന്നില്ല. വാസ്തവത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ മറുപടിക്ക് വേണ്ടിയിട്ട് എത്ര സമയമായിരിക്കണം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചിലവഴിക്കേണ്ടത്? വാസ്തവത്തിൽ അതിനൊന്നും പ്രത്യേകമായ കണക്കുകളൊന്നുമില്ല. എന്നാൽ പ്രാർത്ഥനയുടെ മറുപടിക്ക് ചില വ്യവസ്ഥകളുണ്ട്. അതെല്ലാമൊന്നും ഇപ്പോൾ പറയാനുള്ള നേരമില്ല. എങ്കിലും ഏറ്റവും ലളിതമായ ഒരു കാര്യം ഇന്നത്തെ ചിന്തയിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി 34-ാം സങ്കീർത്തനം 5-ാം വാക്യം വായിക്കട്ടെ. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദാവീദിന്റെ ഏറ്റവും പ്രസിദ്ധമായ പാട്ടുകളിൽ ഒന്നാണ് 34-ാമത്തെ സങ്കീർത്തനം. വാസ്തവത്തിൽ ഈ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് വെറും പാട്ടുകളല്ല, വെറും കീർത്തനങ്ങളല്ല, എന്നാൽ പ്രാർത്ഥനയും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറുപടി ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. തുടർന്നുള്ള ഈ ചിന്ത കൂടി ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഒരു നാട്ടിൽ ഒരു ദേവാലയവും സിനിമാ തിയേറ്ററും അടുത്തടുത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഏകദേശം ഒരേ സമയത്ത് തന്നെ ആയിരുന്നു ദേവാലയത്തിലെ പ്രാർത്ഥനയും സിനിമാ തിയേറ്ററിലെ സിനിമയും ക്രമീകരിച്ചിരുന്നത്. ചില ആളുകളൊക്കെ പ്രാർത്ഥനയ്ക്കെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് സിനിമ കണ്ടിട്ട് വീട്ടിൽ പോകും. ഒരിക്കൽ ഒരു 4 സ്നേഹിതന്മാർ വീട്ടിൽ നിന്നിറങ്ങി. ആദ്യ വഴിയിൽ വെച്ച് 2 പേർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് സിനിമയ്ക്ക് പോവുകയാണ്, പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല. ബാക്കി ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ അവരെ നിർബന്ധിച്ചു, അങ്ങനെ ചെയ്യരുത്, പ്രാർത്ഥനയ്ക്ക് വരുന്നതാണ് നല്ലത്. ഏതായാലും ആദ്യം പറഞ്ഞ സുഹൃത്തുക്കൾ അവർ വിചാരിച്ചതുപോലെ തന്നെ സിനിമയ്ക്ക് പോയി. മറ്റു 2 പേർ ആലയത്തിലേക്കും പോയി. സിനിമ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവർക്ക് 2 പേർക്കും പെട്ടെന്ന് ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടായി, അയ്യോ, ആലയത്തിൽ പോയാൽ മതിയായിരുന്നു, ദേവാലയത്തിൽ പോയാൽ മതിയായിരുന്നു, ദൈവത്തോടൊത്തുള്ള സമയമാണ് ഏറ്റവും നല്ലത്, അതായിരുന്നു ഏറ്റവും സന്തോഷകരവും. അവർക്ക് ആകെ പശ്ചാത്താപമായി. എന്നാൽ ആലയത്തിൽ പോയിരുന്ന ഈ 2 പേർ അവർ ചിന്തിച്ചതിങ്ങനെയാ, അവന്മാർ 2 പേർ ഇപ്പം നല്ല ഒന്നാന്തരം സിനിമയും കണ്ട് സന്തോഷിച്ചിരിക്കുക. നമ്മൾ നോക്കിക്കേ, സാധാരണ ഉള്ള ഒരു ദിനചര്യ പോലെ ഇവിടെ വന്ന് പ്രാർത്ഥനയിലും ആരാധനയിലുമൊക്കെ സമയം കളയുന്നു. നിങ്ങൾ തന്നെ ചിന്തിക്ക്, ഈ ആലയത്തിൽ വന്നവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ? ആലയത്തിൽ പോകേണ്ട സമയത്ത്, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോകേണ്ട സമയത്ത് സിനിമ കാണാൻ പോയവർക്ക് ദൈവം ക്ഷമ കൊടുക്കുമോ? അത് നിങ്ങൾക്ക് വിടുന്നു. ഈ ദേവാലയവും സിനിമാ തിയേറ്ററും അടുത്തടുത്തുണ്ടായിരുന്ന സ്ഥലത്ത് പുതിയതായി ഒരു പുരോഹിതനെത്തി ആ ദേവാലയത്തിലേക്ക്. അദ്ദേഹം വന്ന ഉടനെ തന്നെ അവിടുത്തെ കാര്യങ്ങളും ചുറ്റുപാടുകളും ഒക്കെ മനസ്സിലാക്കി. ഈ സ്ഥലമായതുകൊണ്ട് തന്നെ വഴി കാണിക്കാനും സഹായിക്കാനും ഒക്കെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് കുറെ ആളുകൾ അതുവഴി വരുന്നത് ഈ പുരോഹിതന്റെയും കൂടെ ഉണ്ടായിരുന്ന ആളുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. പുരോഹിതൻ വേഗം തന്നെ പറഞ്ഞു, അതാ അത്രയും പേർ ആലയത്തിലേക്കും ബാക്കി ഇത്രയും പേർ സിനിമ തിയേറ്ററിലേക്കുമാണ് പോകുന്നത്. പുരോഹിതനെ സഹായിക്കാനായി കൂടെ ഉണ്ടായിരുന്ന ആൾ ചോദിച്ചു, താങ്കൾ ഇപ്പൊ പുതിയതായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, എങ്ങനെ മനസ്സിലായി അവർ സിനിമാ തിയേറ്ററിലേക്കും മറ്റൊരു കൂട്ടർ ആലയത്തിലേക്കുമാണ് പോകുന്നതെന്ന്? അപ്പോൾ ഈ പുരോഹിതൻ പറഞ്ഞത്, ഓരോരുത്തരെയും നടപ്പിന്റെ വേഗത കണ്ടാൽ തിരിച്ചറിയാം അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന്. ആഗ്രഹിക്കുന്ന ഇടത്തേക്കുള്ള നടപ്പും വല്ല വിധേനയും ആചാരം നിർവഹിക്കാൻ വേണ്ടിയുള്ള നടപ്പും തമ്മിൽ കണ്ടാൽ അറിയാം. പലരും ആരാധനയ്ക്കും ആലയത്തിലുമൊക്കെ പോകുന്നത് നിർബന്ധിത ദിനചര്യയുടെ ഒരു ഭാഗമെന്നോണം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവർ ആലയത്തിലെത്തിയാലും നമുക്ക് വേഗം അവരെ തിരിച്ചറിയാൻ പറ്റും. അവർ ആലയത്തിൽ വരുന്നത് ആരാധനയോടുള്ള ആ സന്തോഷം കൊണ്ടോ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടോ ആണോ എന്ന് അവരെ കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റും. അവരുടെ ഭാവങ്ങളും പ്രകടനങ്ങളുമൊക്കെ മറ്റുള്ളവർക്കും പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെ ഇഷ്ടങ്ങളോടും അനിഷ്ടങ്ങളോടുമുള്ള ഓരോ ചുവടുവെപ്പും മറ്റുള്ളവർക്ക് പ്രകടമായിട്ടും മനസ്സിലാകും. മനസ്സ് എത്തുന്നിടത്ത് മാത്രമേ ശരീരം കൊണ്ടുപോകാവൂ. അല്ലാത്തയിടത്ത് ശരീരം എത്തിയാലും മനസ്സവിടെ എത്തുകയില്ല. അങ്ങനെ ആരാധിക്കുവാൻ വേണ്ടി പോയാൽ എത്ര സമയം നമ്മൾ ചെലവഴിച്ചാലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? പ്രയോജനം ഉണ്ടാവുകയില്ല എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. എന്നാൽ നോക്കൂ, സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്,
അവങ്കലേക്ക് നോക്കിയാൽ മതി. തീർച്ചയായിട്ടും അത് തൻ്റെ ജീവിതത്തിൽ അനുഭവത്തിലൂടെയാണ് പറയുന്നത്. പ്രാർത്ഥിക്കാനായി ദൈവസന്നിധിയിൽ ചെന്നിരിക്കുന്ന ഏതൊരാളും ഈ ഒരു കാര്യം ഉറപ്പുവരുത്തിക്കൊള്ളണം. അതായത് പ്രാർത്ഥനയ്ക്കായി ചിലവഴിക്കുന്ന ഈ നിമിഷങ്ങൾ വെറും വാക്കുകൾ വിളിച്ചു പറയുക മാത്രമല്ല, മറിച്ച് ദൈവവും ഞാനും തമ്മിൽ വ്യക്തിപരമായി കണ്ടുമുട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഐ ടു ഐ കോണ്ടാക്റ്റ് എന്ന് പറയില്ലേ, കണ്ണിൽ കണ്ണിൽ നോക്കി ദൈവത്തിങ്കലേക്ക് നോക്കി ദൈവത്തെ മാത്രം നോക്കി ദൈവത്തിൽ മാത്രം ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാനായി ഇന്നു മുതൽ നമുക്ക് സമയം വേർതിരിക്കാം. തീർച്ചയായിട്ടും ആ പ്രാർത്ഥന വെറുതെയാവുകയില്ല. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവസന്നിധിയിൽ പരിഹാരമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നാളുകളിലും ഏറ്റവും ശ്രദ്ധയോടെ അങ്ങയുടെ പാദപീഠത്തിൽ വന്ന് പ്രാർത്ഥിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.